നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. ചീരക്കറിയിൽ വിഷം കലർത്തി വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പാലക്കാട് കരിമ്പുഴയിലെ 71 വയസ്സുള്ള നബീസയാണ് കൊല്ലപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പേരമകനായ 33 വയസ്സുള്ള ബഷീറിനെയും ഭാര്യയായ 27 വയസ്സുള്ള ഫസീലയെയുമാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മണ്ണാർക്കാട് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 2016 ജൂൺ 24-നാണ് നബീസയുടെ മൃതദേഹം നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കാണപ്പെടുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നബീസയുടെ പേരക്കുട്ടിയായ ബഷീറും ഭാര്യ ഫസീലയും അറസ്റ്റിലാവുന്നത്. കൊലപാതകം നടത്തുന്നതിന്റെ 4 ദിവസം മുമ്പ് തന്നെ നബീസയെ അനുനയിപ്പിച്ച് ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. 22-ാം തീയതി രാത്രി ഇയാൾ ചീരക്കറിയിൽ കീടനാശിനി ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകുകയായിരുന്നു. എന്നാൽ ഇത് കഴിച്ച ശേഷവും നബീസയ്ക്ക് കാര്യമായ ശാരീരിക അസ്വസ്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇവർ ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിക്കുകയായിരുന്നു. മരിച്ചെന്നുറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. തുടർന്ന് ഇവർ തയ്യാറാക്കിയ ആത്മഹത്യാ കുറിപ്പോടൊപ്പം മൃതദേഹം റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്ന് കത്ത് കണ്ടെത്തിയതോടെയാണ് കേസിന് വഴിത്തിരിവുണ്ടാകുന്നത്. ആത്മഹത്യാക്കുറിപ്പ് നോട്ട്ബുക്കിൽ ഫസീല പലതവണ എഴുതിയതായും കൂടാതെ ഇത് മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഫസീല നേരത്തെയും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ പിതാവിന് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു ഫസീല ജയിലിൽ കഴിഞ്ഞത്.